ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിന്ധോസി പുണ്യൈർലോകസ്ഥേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായുജ്യം ഭജജ പുനരിത്യന്വഗൃഹ്ണാ ബലിം തം വിപ്രൈ സന്താനിതമഖവരഃ പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പദാനുപദം. വിഹിതം അഖിലം, ചെയ്തതെല്ലാം. ദർപ്പോചിത്യൈ, ഞാൻ ദർപ്പം അഹങ്കാരം ഇല്ലാതാക്കാനാണ്. ദൈത്യ, അല്ലയോ അസുര മഹാബലിയോട്. പുണ്യൈഹി, പുണ്യങ്ങളാൽ. സിദ്ധഃ അസി, നിനക്ക് സിദ്ധി ലഭിച്ചിരിക്കുന്നു. ത്രിദിവ വിജയീ ലോകഃ തേ അസ്തു, സ്വർഗത്തേക്കാൾ മികച്ച ലോകം നിനക്കു ലഭിക്കട്ടെ. പശ്ചാത്, പിന്നീട്. വാസവത്വം ച, വാസവന്റെ ഇന്ദ്രന്റെ സ്ഥാനവും ലഭിക്കട്ടെ. പുനഃ, പിന്നീട്. മത്സ്യായുജ്യം ച ഭജ, എൻ്റെ സായുജ്യവും നേടുക. ഇതി, എന്നിങ്ങനെ. തം ബലിം, ആ മഹാബലിയെ. അന്വഗൃഹ്ണഃ, അനുഗ്രഹിച്ചു. വാതാലയേശ, ഗുരുവായൂരപ്പാ. വിപ്രൈഹി, ബ്രാഹ്മണരെ കൊണ്ട്. ശുക്രൻ തുടങ്ങിയ ബ്രാഹ്മണരെ കൊണ്ട്. സന്താനിതമഖവരഃ, മഹാബലിയുടെ യാഗകർമ്മങ്ങൾ പൂർത്തിയാക്കിയ. ത്വം പാഹി, അങ്ങ് എന്നെ രക്ഷിച്ചാലും. വിവർത്തനം. ചെയ്തതെല്ലാം ഞാൻ അഹങ്കാരത്തെ നശിപ്പിക്കാനാണ്. അല്ലയോ അസുര രാജാവേ, നിന്റെ പുണ്യകർമ്മങ്ങളാൽ നിനക്കു സിദ്ധി ലഭിച്ചിരിക്കുന്നു. സ്വർഗത്തേക്കാൾ മഹത്തായ ലോകം നിനക്കു ലഭിക്കും. പിന്നീട് നിനക്ക് എൻ്റെ സായുജ്യവും കിട്ടും. എന്നിങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ച ഗുരുവായൂരപ്പാ, അങ്ങ് എന്നെ രക്ഷിച്ചാലും. പാതാളത്തിൻ്റെ 7 വിഭാഗങ്ങളിൽ മൂന്നാമത്തേതും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമെന്നു കീർത്തി കേട്ടതും ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ടതുമായ സുതലം, നല്ല സ്ഥാനം എന്ന ലോകമാണ് മഹാബലിക്ക് അനുഗ്രഹിച്ചു നൽകിയത്. മാത്രമല്ല, 8ാമത്തേതായ സാവർണിക മന്വന്തരത്തിൽ മഹാബലി ഇന്ദ്രന്റെ പദവി നേടുമെന്നും ഒടുവിൽ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുമെന്നും അനുഗ്രഹവും കിട്ടി. മഹാബലി ആരംഭിച്ച യാഗം ശുക്രൻ തുടങ്ങിയ ബ്രാഹ്മണരെ കൊണ്ട് പൂർത്തിയാക്കുവാനും ഭഗവാൻ അനുവദിച്ചു. ഹരേ കൃഷ്ണ.